വാടി ഇവിടെ. എടി ഇവിടെ വരെ. നിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഇവിടെ വരെ. ലീലാവതി, എന്നാ ഇത്? കണ്ടോ, ഇന്ന് വരെ ഒരുത്തനും എന്റെ മോളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. നേരാമണ്ണ ഇവളെ എനിക്കൊരു ആണിനെ പിടിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പേപ്പട്ടി ഓടുമ്പോൾ ഇന്നൊരുത്തന് ഇവളുടെ പിന്നാലെ ഓടില്ലായിരുന്നു. ദൈവത്തെ ഓർത്ത് അവൻ ചത്തുപോയെന്ന് ഇനിയെങ്കിലും അവളോട് സത്യം തുറന്നു പറയൂ. ഇല്ലെങ്കിൽ വല്ല വിഷവും വാങ്ങിച്ചു കൊടുത്ത് ഇതിനെയും കൂടെ അങ്ങ് കൊന്നു കളയൂ. എന്തെങ്കിലും ഞാൻ പറഞ്ഞ അപ്പ തുടങ്ങും. എന്ത് പ്രാന്താ ഇത്? അയ്യോ കാണിക്കുന്നേ. വേണ്ട, ഞാൻ എല്ലാത്തിനും കാരണക്കാരൻ. എന്നെ ഒന്ന് കൊന്നതാ. കൊല്ലുന്നേ, കൊല്ലുന്നേ. അച്ഛാ, എന്തായി കാണിക്കുന്ന? അച്ഛാ നിർത്താൻ. നീ വലിച്ചെറിഞ്ഞത് എന്റെ മോനെയാ. ആ വടി കൊണ്ട് തല്ലിക്കൊണ്ടാ അവനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവൻ തിരിച്ചു വരാത്ത കുറ്റത്തിന് അവനെ എനിക്കൊന്ന് തല്ലണമെന്ന് തോന്നിയാ, ഒന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നിയാ. എന്റെ ആശ്വാസം അത് മാത്രമായിരുന്നു. നീ അത് വലിച്ചെറിഞ്ഞു. പകരം നിനക്ക് എന്റെ മോനെ കൊണ്ട് തരാൻ പറ്റുമോ? പറ്റുമോ? ആരും തടയണ്ട. അന്ന് ഒരടി അടിച്ചപ്പോ എനിക്ക് വേദനിച്ചു, പക്ഷെ ഇപ്പൊ വേദനിച്ചില്ല. ഒരുപാട് നാളത്തെ അടി ബാക്കിയില്ലേ? അടിച്ചോ, അച്ഛന്റെ ബാലനെ വേദനിക്കില്ല. അച്ഛാ അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. ബാലനോ? ബാലൻ, അച്ഛന്റെ ബാലൻ. എന്റെ മോൻ തിരിച്ചു വന്ന്. നീ എന്താ ഇതുവരെ പറയായിരുന്നേ? ആദ്യം ഇവിടെ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്ന് എല്ലാരെയും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം. പക്ഷേ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛന്റെ സ്നേഹം ഞാൻ നേരിൽ കണ്ടു. ഒരു പെങ്ങൾക്ക് ഏട്ടനോടുള്ള സ്നേഹവും ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, അവളുടെ സ്നേഹവും ഞാൻ കണ്ടു. മതി, എനിക്ക് സന്തോഷമായി. കണ്ടോ, എന്റെ മോൻ തിരിച്ചു വന്നു. അശ്വതി, നിന്റെ ബാലൻ. അന്നൊരു വാശിക്ക് നീ ഓടിപ്പോയപ്പോ ഇരുട്ട് തരുമ്പോ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. കാണാതായപ്പോ പേടിയായി. ദിവസം കഴിയുന്തോറും ആ പേടി വർദ്ധിച്ചു. അതുകൊണ്ടാ അച്ഛൻ ഇത്ര പെട്ടെന്ന് വയസ്സായി പോയത്. ആര് പറഞ്ഞു അച്ഛന് വയസ്സായിന്ന്? നോക്കി നിൽക്കാതെ വിളമ്പി കൊടുക്കണേ. മതി മതി മതി, നിറഞ്ഞു. അതുകൊണ്ടാ. അച്ഛന് പറഞ്ഞാണൂല. അതെ, കഴിയേ. എന്താ മോൻ പേടിച്ചോ? കണ്ടിട്ടും കണ്ടിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല.
അതുകൊണ്ടാ. ഉറങ്ങിക്കോ മോൻ, ഉറങ്ങിക്കോ. വന്നു, എന്റെ ബാലേട്ടൻ വന്നു. പ്രാർത്ഥിക്കേ, ഒരുപാട് പ്രാർത്ഥിക്കേ. ദീർഘായുസോടെ കാത്തു രക്ഷിക്കണേ. പണിക്കരേ, എന്താ വേഗം വാ. നിക്ക്. എന്താ പണിക്കരെ, എന്റെ ബാലേട്ടൻ വന്നു. ഇതാ എന്റെ ബാലേട്ടൻ. പണിക്കരുടെ മന്ത്രം കൊണ്ടാ വന്നത്. ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വന്നതാ. തൊട്ട് തൊഴു ബാലേട്ടാ. എന്താ തൊഴാൻ. ഓ ദീർഘായുഷ്മാൻ ഭവ. എന്നെ കളിയാക്കിയവരോടൊക്കെ എന്റെ ബാലേട്ടനെ കാണിക്കണം. ഞങ്ങൾ പോട്ടെ പണിക്കരെ. വാ ബാലേട്ടാ, വേഗം വാ. എന്റെ ദൈവമേ, ഞാൻ ജപിച്ച മന്ത്രം വലിച്ചെന്നു. ഇനി ഈ നാട്ടിൽ ഒരു കളി കളിക്കാം. ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അത്ഭുതമായിരിക്കുന്നു. ഒരത്ഭുതമില്ല. സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല. എന്നെയോ? തന്നെയല്ല ബാലനെ. എനിക്കൊരു സംശയം. ഈ സ്വന്തം തന്തയ്ക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എടോ, എന്തോ തന്റെ തന്തയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? തന്റെ സംശയമൊക്കെ ഉടനെ മാറും. ഇവിടെ ചിലരുടെയൊക്കെ തലയ്ക്ക് ബാലൻ പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട്. ബാലന്റെ പേരും പറഞ്ഞ് ഞാനിവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ബാലന്റെ അച്ഛനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരുന്നു. ആർക്കും അമ്മയോട് ഒരു ദേഷ്യമില്ല. അമ്മ എനിക്കറിയില്ലേ, അതിന്റെ ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ? പോയി ബാലൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരൂ. ഞാനൊരു കാര്യം ചോദിച്ചാ ബാലിന് ദേഷ്യം തോന്നോ? ഒരിക്കൽ നാട് വിട്ടവന് പിന്നെ നാട് വിടാൻ തോന്നുന്നൊക്കെ നാട്ടുകാർ പറയണേ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി. ഏയ്, ഒരിക്കലും ഇല്ല. ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിന് ഒരിക്കലും കഴിയില്ല. സത്യം. ഇളിച്ച് കാണിക്കാതെ അടിക്കണോ? അടിച്ചോണ്ടിരിക്കുമല്ലോ പിന്നെ. ആ പെട്ടിയാണോ? എന്തോ എന്റെ മോൻ വന്ന് കേട്ടോ. നീ അറിഞ്ഞോ? ഞാൻ കാണുകയും ചെയ്തേ. ഇവിടെ ആരാണ്ടൊക്കെ പറയുന്ന കേട്ടില്ല അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന്. അവൻ വീട്ടിലുണ്ട്. കാറ്റിന്റെ